അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, SGOU MA അറബിക് സെക്കൻഡ് സെമസ്റ്ററിലെ അപ്രീഷിയേറ്റിംഗ് അറബിക് ഡ്രാമ എന്ന പേപ്പറിൻ്റെ 2024 PYQ ഡിസ്കഷനാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഫസ്റ്റ് സെഷൻ 1-2 ജുംലയിൽ ആൻസർ എഴുതാനുള്ളതാണ്. മാഹിയ അൽ മസ്റഹിയ അഷ്ഇരിയ, എന്താണ് പോയറ്റിക് ഡ്രാമ എന്ന് പറഞ്ഞാൽ? മസ്റഹിയ ഷിഇരിയ എന്ന് പറഞ്ഞാലും ഡ്രാമ ഷിഇരിയ എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഏത് വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് നോക്കാം. മസ്റഹിയ ഷിഇരിയ എന്ന് പറഞ്ഞാൽ ഹിയ മസ്റഹിയ തുക്തബു ഹിവാറാത്തുഹ ബിലുഗ ഷിഇരിയ മൗസൂന വമുഖഫ ഔ ഷിഅറുഹ. മൗസൂനായിട്ടോ അല്ലെ വസനൊക്കെ ഒപ്പിക്കപ്പെട്ടതായിട്ട്, അല്ലെങ്കിൽ കാഫിയൊക്കെ ഒപ്പിക്കപ്പെട്ടതായിട്ട്, അല്ലെങ്കിൽ സ്വതന്ത്രമായ കവിതയിൽ ഒരു കവിതയുടെ ശൈലിയിൽ സംഭാഷണങ്ങൾ എഴുതപ്പെടുന്ന രൂപത്തിലുള്ള മസ്റഹിയാണ്. അതായത് ആ നാടകത്തിലെ സംഭാഷണങ്ങളൊക്കെ ഒരു കവിത ശൈലിയിലാണ് ഉണ്ടാവുക. രണ്ടാമത്തെ ചോദ്യം, ബിമാ ലമഅ സഅദുല്ലാ വന്നൂസ് ഫി സമാഇൽ മസ്റഹിൽ അറബി. സഅദുല്ലാ വന്നൂസ് അറബ് നാടകത്തിൽ ഏത് മേഖലയിലാണ് തിളങ്ങി നിന്നത്? ലമഅ വന്നൂസ്, സഅദുല്ലാ വന്നൂസിനെ കുറിച്ചുള്ള ഒരു പാഠം തന്നെ ബ്ലോക്ക് 3 യൂണിറ്റ് 2-ലുണ്ട്. അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ രചനകൾ, അദ്ദേഹത്തിൻ്റെ രചനകളുടെ പ്രത്യേകതകൾ, അതുപോലെ തന്നെ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും ഫേമസ് ആയ മറ്റു നാടകകൃത്തുകൾ, ഇതൊക്കെ ആ ബ്ലോക്ക് 3 യൂണിറ്റ് 2-ൽ പറയുന്നുണ്ട്. ഏതായാലും സഅദുല്ലാ വന്നൂസ് തിളങ്ങി നിന്നത് ബിഫദ്ലി തഅസീസിഹി ലിൽ മസ്റഹി സിയാസി, പൊളിറ്റിക്കൽ നാടകത്തിന് തുടക്കം കുറിച്ച് കൊണ്ടാണ് അദ്ദേഹം അറബ് ലോകത്ത്, പ്രത്യേകിച്ച് നാടക സാഹിത്യത്തിൽ അദ്ദേഹം ഫേമസ് ആയി മാറിയത്. ഹൈസു റക്കസ ഫി മസ്റഹിയാതിഹി അലാ മുആലജത്തിൽ ഖളായ സിയാസിയ വൽ ഇജ്തിമാഇയ്യ അല്ലതി യഈഷുഹൽ മുജ്തമഅ. സമൂഹം ജീവിച്ചുകൊണ്ടിരുന്ന പൊളിറ്റിക്കലായിട്ടുള്ള അതുപോലെ തന്നെ സോഷ്യലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ നാടകത്തിലൂടെ ശ്രമിച്ചു. മൂന്നാമത്തേത്, മാദാ യറാ സഅദുല്ലാ വന്നൂസ് സബബ ആലാമി ഹവ്വല കൈഫ യുഗയ്യിറുഹ. എങ്ങനെയാണ് സഅദുല്ലാ വന്നൂസ് കാണുന്നത് സബബ ആലാമി ഹവ്വല, ഹവ്വല എന്ന കഥാപാത്രത്തിന്റെ വേദനകൾ, വകൈഫ യുഗയ്യിറുഹ, എങ്ങനെയാണ് അദ്ദേഹം ആ വേദനകളെയൊക്കെ മാറ്റം വരുത്തിയത്? സഅദുല്ലാ വന്നൂസിന്റെ ഒരു നാടകമാണ് റിഹ്ലത്തു ഹവ്വല മിനൽ ഗഫ്ല ഇലൽ യഖ്ള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാടകം. ആ നാടകമാണ് 4-ാമത്തെ ബ്ലോക്കിൽ പറയുന്നത്. അതിൻ്റെ ഒരു സമ്മറി പറയുന്നുണ്ട്, അതിലെ പ്രധാന കഥാപാത്രങ്ങളെ കുറിച്ചിട്ടൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ റഅ അന്ന സബബ ആലാമി ഹവ്വല, ഹവ്വലയുടെ വേദനകൾ, അതിലെ പ്രധാന കഥാപാത്രമാണ് ഹവ്വല. അദ്ദേഹത്തിന്റെ വേദനകളുടെ പ്രധാനപ്പെട്ട കാരണം ഹുവൽ ജഹ്ലു, അറിവില്ലായ്മയാണ്, വൽ ഖുദൂഉ ലിൽ, അനീതിക്കും അക്രമത്തിനുമുള്ള കീഴടങ്ങലുമാണ്. എന്നിട്ട് അദ്ദേഹം ഗയ്യറഹ, ആ വേദനകളെയൊക്കെ അദ്ദേഹം മാറ്റിമറിച്ചു ബിൽ വഇ വസ്സഇ ലിൽ മുതാലബ ബിഹുഖൂഖി, തന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിക്കൊണ്ടും പരിശ്രമത്തിലൂടെയും അവബോധത്തിലൂടെയും അദ്ദേഹം തന്റെ ആ ഒരു വേദനകളൊക്കെ അദ്ദേഹം മാറ്റിയെടുക്കുന്നുണ്ട്. 4-ാമത്തെ ചോദ്യം, ബിമ യുഅദ്ദു അൽ ഖലീൽ അൽ ഖബ്ബാനി ഫിൽ മസ്റഹിയ്യ ളാഹിറതൻ ഫന്നിയ. എന്തുകൊണ്ടാണ് ഖലീൽ ഖബ്ബാനി നാടക മേഖലയിൽ ഒരു പ്രതിഭാസമായി, കലാപ്രതിഭാസമായി എണ്ണപ്പെടുന്നത്? അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, ഖലീൽ ഖബ്ബാനിയെ പറ്റിയിട്ട് 1-ാം ബ്ലോക്കിൽ യൂണിറ്റ് 1-ൽ സിറിയയിലെ നാടകത്തെ കുറിച്ച് പറയുന്ന ഭാഗത്ത് പറയുന്നുണ്ട്, അദ്ദേഹമാണ് സിറിയയിലെ ആധുനിക നാടകത്തിന്റെ സ്ഥാപകനായിട്ട് എണ്ണപ്പെടുന്നത്. അദ്ദേഹത്തെ കുറിച്ച് അവിടെ പറയുന്നത്, കാന ഖദ് ഇക്തസബ ഫന്നൽ മൂസിഖ വൽ ഗിനാ, അദ്ദേഹം മ്യൂസിക്കും പാട്ടും ഒക്കെ അദ്ദേഹം നേടിയിരുന്നു, അതിലൊക്കെ അദ്ദേഹം അവഗാഹം നേടിയിരുന്നു. വഅല്ലഫൽ അസ്ജാല വൽ അശ്ആർ, സജ്ലുകളും ഷിഅറുകൾ, കവിതകളൊക്കെ അദ്ദേഹം രചിച്ചിരുന്നു. വകാന യുഅല്ലിഫുൽ മസ്റഹിയാത്ത് വയുലഹിനുഹ വയുഖ്രിജുഹ വയുശാരികു ഫീ തംസീലിഹ വൽ ഗിനാഇ ഫീഹ. അദ്ദേഹം നാടകങ്ങൾ എഴുതുകയും അത് പാടുകയും
അതിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും അതിൽ അഭിനയിക്കുകയും അതിൽ പാട്ട് പാടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ടാണ് അദ്ദേഹം ഒരു സർവകല വല്ലഭനായതുകൊണ്ടാണ് ഒരു വാഹിറത്തൻ ഫന്നിയയായി ഒരു കലാപ്രതിഭാസമായി അദ്ദേഹത്തെ എണ്ണപ്പെടുന്നത്. 5 ബിമ യുഅ്തബറു സലാമ ഹിജാസി ഫി ഫന്നിൽ ഓബ്രിയത്ത്. ഓബ്ര കലയിൽ സലാമ ഹിജാസിയെ പരിഗണിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഓബ്ര എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഭിനയവും പാട്ടും ഡാൻസും ഒക്കെ പാടെ കൂടിയതിനാണ് ഓബ്ര എന്ന് പറയുന്നത്. ഇതില് ബ്ലോക്ക് 3 യൂണിറ്റ് 1 പറയുന്നുണ്ട്, ഏറ്റവും ഫേമസ് ആയ ഈജിപ്ഷ്യൻ നാടകകൃത്തുക്കളെ കുറിച്ച് പറയുന്ന ഭാഗത്താണ് പറയുന്നത്, അദ്ദേഹത്തെ അതിന്റെ റായിദായിട്ട് എണ്ണപ്പെടുന്നു. യുഅ്തബറു റായിദ ഫന്നിൽ ഓബ്രയത്ത്. സലാമ ഹിജാസിയാണ് അതിന്റെ പര്യവേക്ഷകൻ, അതിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. 6-ാമത്തേത് മാഹിയ അനാസിറുൽ മസ്രഹിയ. മസ്രഹിയയുടെ ഘടകങ്ങൾ ഏതെല്ലാം? അത് വളരെ സിമ്പിൾ ആണ്. ഒന്ന് സ്ക്രിപ്റ്റ്, അന്നസുൽ മക്തൂബ് എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് അല്ലെ, സനാരിയോ. അൽ മുവസ്സിലൂൻ, അതിലെ അഭിനേതാക്കൾ, അഭിനയിക്കുന്ന ആളുകൾ. തസ്മീമുൽ മസ്രഹ്, നാടകത്തിന്റെ ഒരു ഡിസൈനിങ്. അദ്ദീകോർ, ഡെക്കറേഷൻ. ഇളാഅ, ലൈറ്റിംഗ്. മ്യൂസിക്. അത്തഅ്സീറാത്തു സൗത്തിയ, ശബ്ദത്തിന്റെ സ്വാധീനങ്ങൾ. ഇതൊക്കെ അതിന്റെ അനാസിറുകളാണ്. കൈഫ കാനത്ത് ബിദായത്തുൽ മസ്രഹിയ ഫി മിസ്ർ. ഈജിപ്തിലെ മസ്രഹിയയുടെ തുടക്കം എങ്ങനെയായിരുന്നു? 7-ാമത്തെ ചോദ്യം, ഈജിപ്തിലെ നാടകത്തിന്റെ തുടക്കം ബ്ലോക്ക് 3 യൂണിറ്റ് 1 പറയുന്നുണ്ട്. ബദഅത് മുതഅസ്സിറ ബിത്തർജമ, അല്ലെ, വെസ്റ്റേൺ സാഹിത്യങ്ങളുമായി കൂടുതൽ ഇൻഫ്ലുവൻസ്ഡ് ആവുകയും അവരുടെ ഇംഗ്ലീഷിലും മറ്റൊക്കെയുള്ള നാടകങ്ങൾ വിവർത്തനം ചെയ്തുകൊണ്ടാണ് ഈജിപ്തിൽ ആദ്യമായി നാടകം തുടക്കം കുറിക്കുന്നത്. വൽ-ഇഖ്തിബാസ്, അതുപോലെ തന്നെ അഡാപ്റ്റ് ചെയ്തുകൊണ്ടും, അൽ മസ്രഹിൽ ഔറുബി, യൂറോപ്യൻ നാടകങ്ങളിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തുകൊണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടൊക്കെയാണ് തുടക്കം കുറിക്കുന്നത്. മാറൂൻ നുക്കാഷ്, യാക്കൂബ് സന്നു, അതിനൊക്കെ തുടക്കം കുറിക്കുന്നത് മാറൂൻ നുക്കാഷ്, യാക്കൂബ് സന്നുവിനെ പോലുള്ള ആളുകളാണ്. സുമ്മ തതവറത് മഅ ഷൗഖി വൽ ഹക്കീം, പിന്നെ അഹ്മദ് ഷൗക്കിയുടെയും തൗഫീഖുൽ ഹക്കീമിന്റെ ഒക്കെ വരവോട് കൂടി അത് വളരെ വികാസം പ്രാപിക്കുന്നുണ്ട്. 8-ാമത്തേത് മാഹുവൽ മസ്രഹുൽ മൽഹമി. എന്താണ് എപ്പിക് തിയേറ്റർ എന്ന് പറഞ്ഞാൽ? മൽഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പുരാണം എന്നാണ്, അല്ലെ, ഇതിഹാസം. നമ്മള് രാമായണം, മഹാഭാരതം എന്നൊക്കെ പറയുന്ന പോലെ വളരെ സുദീർഘമായ കവിതകൾക്കാണ് മൽഹം എന്ന് പറയാം. അപ്പൊ അതുപോലെയുള്ള നാടകങ്ങൾക്കാണ് മസ്രഹ് മൽഹമി എന്ന് പറയാം. അതായത് അതിൽ ഒരു കഥാപാത്രം മാത്രമായിരിക്കില്ല ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു സംഭവം മാത്രമായിരിക്കില്ല, വ്യത്യസ്ത സംഭവങ്ങൾ, വ്യത്യസ്ത കഥാപാത്രങ്ങൾ, ഇതൊക്കെ ഉള്ള നാടകങ്ങൾക്കാണ് മസ്രഹ് മൽഹമി എന്ന് പറയാം. അൽ മസ്രഹുൽ മൽഹമി ഹുവ ശക്ലുൻ ജദീദുൻ മിൻ അഷ്കാൽ മസ്രഹ് ളഹറ ഫി ബിദായത്തുൽ ഖർനിൽ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് അത് പ്രത്യക്ഷപ്പെട്ടത്. വകാന മുഖ്തലിഫൻ, അത് വ്യത്യസ്തമായതുമായി മസ്രഹി തഖ്ലീദി, പരമ്പരാഗതമായ നാടകത്തിൽ നിന്ന് അത് വേറിട്ട് നിന്നിരുന്നു. അല്ലതി, എന്താ പരമ്പരാഗതമായ നാടകത്തിന്റെ പ്രത്യേകത? യുറക്കിസു അലാ ഹിക്കായത്തി ശഖ്സിൻ വാഹിദിൻ ഔ ബതലിൻ മുഅയ്യനിൻ, ഒരു കൃത്യമായൊരു ഹീറോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അവതരണം, ഇതിൽ മാത്രം ഫോക്കസ് ചെയ്തിരുന്നതായിരുന്നു ട്രഡീഷണൽ ആയിട്ടുള്ള നാടകങ്ങൾ. എന്നാൽ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന വളരെ സുദീർഘമായ സംഭവങ്ങൾ, വ്യത്യസ്തമായ കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന തരത്തിലുള്ള നാടകങ്ങൾക്കാണ് മസ്രഹ് മൽഹമി എന്ന് പറയുന്നത്. ബ്ലോക്ക് 3 യൂണിറ്റ് 2 ആധുനിക ഡ്രാമയിൽ വന്ന വ്യത്യസ്ത ട്രെൻഡുകൾ, മൂവ്മെന്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ തജ്രീബി, ഇഹ്തിഫാലി, വസായിഖി, ഹക്കവാത്തി, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. അതിൽപ്പെട്ട ഒന്നാണ് മസ്രഹ് മൽഹമി എന്ന് പറഞ്ഞാൽ. ഇനി സെക്ഷൻ ബി ആണ്, അര പേജിൽ ആൻസർ എഴുതാനുള്ള ക്വസ്റ്റ്യനുകളാണ്. ബയ്യിൻ ശഖ്സിയത ഹൻദല ഫി മസ്രഹിയത്തി റിഹ്ലത്തി ഹൻദല. റിഹ്ലത്തു ഹൻദല എന്ന് പറയുന്ന നാടകത്തിലെ ഹൻദല എന്ന കഥാപാത്രം, അതായത് അതിലെ കേന്ദ്ര കഥാപാത്രമാണ്. അപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഹൻദലയെ പറ്റിയാവില്ല, അതിലുള്ള ഖർഫൂഷ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ട്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നാവും. ഹൻദല ബതലുൽ മസ്രഹിയ, ഈ നാടകത്തിലെ ഹീറോയാണ്. മുവല്ലഫുൻ ബസീത്തുൻ ഫി ബങ്ക്, ഒരു ബാങ്കിൽ അദ്ദേഹം വളരെ ഒരു വിനയാന്വിതനായ തൊഴിലാളിയായിരുന്നു, ഉദ്യോഗസ്ഥനാണ്. യഈഷു ബിഹുദൂർ യതജന്നബുൽ മശാക്കിൽ, അദ്ദേഹം വളരെ സിമ്പിളായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി പരമാവധി പ്രശ്നങ്ങളിലൊന്നും തലയിടാതെ ജീവിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം ഷിആറുഹു ഇംശിൽ ഹൈത്തൽ ഹൈത്ത് വഖുൽ യാ റബ്ബി സിത്ര, വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക, എല്ലാ
പ്രശ്നങ്ങളിൽ നിന്നും മറഞ്ഞ് ജീവിക്കുക എന്നുള്ള ഒരു പോളിസിയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഹബി ഖിർഷക്കൽ അബിയദ് ലിയൗമിക്കൽ അസ്വദ്, നിന്റെ നല്ല കാലത്തെ സമ്പാദ്യങ്ങളൊക്കെ നീ നിന്റെ ക്ഷാമകാലത്തിന് വേണ്ടി സ്വരൂപിച്ചു വെക്കണമെന്നും അദ്ദേഹത്തിന്റെ ഒരു തിയറി ആയിരുന്നു. ഏതായാലും അങ്ങനെയുള്ള ഈ ഹൻദല എന്ന് പറയുന്ന വളരെ വിനയാന്വിതനായ വളരെ പാവപ്പെട്ട ഈ ഉദ്യോഗസ്ഥനെ ഒരു തെറ്റും ചെയ്യാതെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ ജോലി വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു, അതൊക്കെ വളരെ ആത്മാർത്ഥതയോടുകൂടെ നിർവഹിച്ചിരുന്ന ഒരാളായിരുന്നു. പക്ഷെ ലാക്കിന്നൽ മുദീർ, പിന്നെ അദ്ദേഹം തിരിച്ചു വരുന്നുണ്ട്, ജയിലിൽ നിന്ന് തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ ആ മുദീർ അദ്ദേഹത്തെ അവിടെ നിന്ന് എന്താകുന്നുണ്ട്, ആട്ടി ഓടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഹൻദലയെ കുറിച്ചുള്ള മറ്റൊരു പ്രത്യേകത ആതിഫിയുൻ വ ബസീത്തുൻ, വളരെ ഇമോഷണൽ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരു നിർമ്മല ഹൃദയനാണെന്നൊക്കെ പറയാം. യുഹിബ്ബു സൗജതഹു കസീറ, തന്റെ ഭാര്യയൊക്കെ അദ്ദേഹം വളരെ ഇഷ്ടപ്പെട്ടിരുന്നു, ഭാര്യയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ലാക്കിന്നഹ ഖാനത്തുഹു വറദത്തുഹു, ഭാര്യ ഇവനെ വഞ്ചിക്കുകയും മറ്റൊരുത്തന്റെ കൂടെ പോവുകയും ഇവൾ ഇവനെ എന്താക്കുകയും ചെയ്തു, ആട്ടിയോടിക്കുകയും ചെയ്തു. ഹാവല റിശ്വത ശുർത്താലി നജാദ്, ഇതൊക്കെ ഈ ഹൻദലയെ കുറിച്ച് ഇങ്ങനെ പറയാട്ടോ, ആ കഥാപാത്രത്തെ കുറിച്ച് ആ നാടകത്തിൽ വന്ന ചില കാര്യങ്ങളാണ്. അദ്ദേഹം പോലീസിന് കൈക്കൂലി കൊടുത്ത് ജയിൽ മോചിതനാവാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം പിന്നീട് അധപ്പതിച്ചത് അത്യാഗ്രഹത്തിന്റെയും അനീതിയുടെയും ഇരയായിട്ടാണ് അദ്ദേഹം പിന്നീട് മാറുന്നത്. യുമസ്സിലു സൂറത്തൽ മുവാത്തിനിൽ അറബിയൽ ബസീത്ത് അല്ലദി യظുന്നു അന്ന സംതഹു യഹ്മി ലാകിന്നഹു യക്തശിഫു അക്സദാലിക്, ഒരു വളരെ സിമ്പിൾ ആയിട്ട് ജീവിതം നയിക്കുന്ന ഒരു അറേബ്യൻ പൗരന്റെ ചിത്രമാണ് ഈ ഒരു നാടകത്തിൽ ഹൻദല അവതരിപ്പിക്കുന്നത്. അവൻ വിചാരിക്കുന്നത് അവന്റെ നിശബ്ദത അവനെ പ്രൊട്ടക്ട് ചെയ്യുമെന്നാണ്. പക്ഷെ പിന്നീട് അവൻ മനസ്സിലാക്കുന്നു, അവൻ ഇങ്ങനെ നിശബ്ദമായിരുന്നാൽ അവന് തന്നെയാണ് അതിന്റെ ദോഷം എന്ന് അവൻ മനസ്സിലാക്കുകയും ചെയ്തു. ഇതാണ് ഹൻദലയെ കുറിച്ച് ചെറിയൊരു വിശദീകരണം. അടുത്ത ചോദ്യം, മാ ഹുവ ദൗറു അഹ്മദ് ഷൗഖി ഫിൽ മസ്റഹിയ്യ അശ്ശിഅരിയ്യ, അഹ്മദ് ഷൗഖിയുടെ പങ്ക് എന്താണ് പോയറ്റിക് ഡ്രാമയിൽ, അല്ലെങ്കിൽ നമുക്കറിയാം പദ്യ നാടകത്തിൽ അഹ്മദ് ഷൗക്കി എന്ന് പറയുന്നത് അതിലെ അമീർ ആയിട്ട് അറിയപ്പെടുന്ന ഒരാളാണ് അല്ലെ. അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ആദ്യമായിട്ട് കവിതാ രൂപത്തില് നാടകം എഴുതിയ ഒരാളാണ് അദ്ദേഹം. പിന്നീട് അദ്ദേഹത്തിന്റെ കുറച്ച് നാടകങ്ങളുടെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. മസ്റൽ, ക്ലിയോപാത്ര, കംബീസ്, മജ്നൂൻ ലൈല, അൻതറ, അലി ബക്കൽ കബീർ, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ ഹിസ്റ്ററി, അതുപോലെ ചരിത്രം, ഇതൊക്കെ വളരെ മനോഹരമായി കവിതാ രൂപത്തിൽ എഴുതപ്പെട്ട നാടകങ്ങളാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹത്തെ അമീർ ഷുഅറ എന്നൊക്കെ അറിയപ്പെടുകയും ചെയ്യുന്നു. മാഹിയ ഖസായിസ് മസ്റഹിയ്യത്ത് മുഹമ്മദ് ലി തൗഫീഖുൽ ഹക്കീം, തൗഫീഖുൽ ഹക്കീമിന്റെ ഏകദേശം ഒരു 10-13 നാടകങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ പെട്ട ഒരു നാടകമാണ് മസ്റഹിയ്യത്ത് മുഹമ്മദ്. ബ്ലോക്ക് 3 യൂണിറ്റ് 2-ലാണ് അത് പറയുന്നത്. മസ്റഹിയ്യത്ത് മുഹമ്മദ് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എഴുതിയ ഏറ്റവും സുദീർഘമായ, അറബ് നാടകങ്ങളിൽ തന്നെ ഏറ്റവും സുദീർഘമായ ഒരു നാടകമാണ് മസ്റഹിയ്യത്തു മുഹമ്മദ് എന്ന് പറയുന്നത്. 1936-ലാണ് അത് പ്രസിദ്ധീകരിക്കുന്നത്. നബി തങ്ങളുടെ ചരിത്രമാണ് അതിലെ പ്രതിപാദ്യ വിഷയം. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ചരിത്ര പുസ്തകങ്ങൾ, ഹിസ്റ്ററി പുസ്തകങ്ങൾ, ഹദീസ് പുസ്തകങ്ങളൊക്കെ അദ്ദേഹം അവലംബിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു നാടക രൂപത്തിലാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. ആദ്യമായിട്ടാണ് പ്രവാചകന്റെ ജീവിതം ഇങ്ങനെ ഒരു നാടക രൂപത്തിൽ എന്താകുന്നത്, അവതരിപ്പിക്കുന്നത്. അതൊക്കെയാണ് മസ്റഹിയ്യത്ത് മുഹമ്മദിന്റെ പ്രത്യേകതകൾ. മഹുവൽ മസ്റഹുൽ വസായിഖി, എന്താണ് വസായിഖിയായ മസ്റഹ് എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ പറഞ്ഞു ബ്ലോക്ക് 3 യൂണിറ്റ് 1-ല് മോഡേൺ മൂവ്മെന്റുകൾ, നാടകത്തിൽ വന്ന മോഡേൺ ആയിട്ടുള്ള പ്രസ്ഥാനങ്ങളെ കുറിച്ച് അതിൽപ്പെട്ട ഒന്നാണ് മസ്റഹ് വസായിഖി. അതായത് ജേണലുകൾ, റിപ്പോർട്ടുകൾ, ഇന്റർവ്യൂകൾ, മാഗസിനുകൾ, കത്തുകൾ, ഇതൊക്കെ അവലംബമാക്കിക്കൊണ്ട് വളരെ കൃത്യമായി റിയലിസ്റ്റിക് ആയിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് ഡോക്യുമെന്റ് ചെയ്തുകൊണ്ട് രചിക്കപ്പെടുന്നതാണ് മസ്റഹ് വസായിഖി എന്ന് പറയുന്നത്. ഇതിന് തുടക്കം കുറിച്ചത് ഒരു ജർമ്മൻ പ്രൊഡ്യൂസർ ആയിട്ടുള്ള എർവിൻ പിസ്കാത്തോർ എന്ന് പറയുന്ന ആളാണ്. അതുപോലെ പീറ്റർ ഫൈസ്, അതുപോലെ ജോർജ് ബഷ്നർ, ഇവരൊക്കെ ഇതിൽ തുടക്കം കുറിച്ച ആളുകളിൽ പ്രധാനികളാണ്. എന്നാൽ അറബ് ലോകത്തേക്ക് വരുമ്പോൾ മസ്റഹ് വസായിഖി 1960-കളിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. പ്രത്യേകിച്ച് 1967-ലെ യുദ്ധത്തിന് ശേഷം, അതുപോലെ ഫലസ്തീൻ
പ്രശ്നത്തിന് ശേഷം, ലബനാനിലെ സിവിൽ വാറിനൊക്കെ ശേഷമാണ് ഇത് പ്രത്യക്ഷപ്പെടുന്നത്. അറബിയിൽ വളരെ പ്രധാനപ്പെട്ട കൃതികളാണ് ഈ മേഖലയിൽ, മസ്റഹ് വസായിഖിയിൽ വളരെ പ്രധാനപ്പെട്ട കൃതികളാണ് അന്നാറു വസ്സൈത്തൂൻ, അൽഫ്രഡ് ഫർജാൻ, അൽ ഖത്ൽ, ഇസാം മഹ്ഫൂദ്, അൽ ഖദിയ, യസ്രി ജുന്ദി, ഫജറുൽ മസ്റഹുൽ മുസ്രി, നുമാൻ അഷൂർ. ഇതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഡോക്യുമെന്ററി നാടകങ്ങളാണ്. മാഹിയൽ ഹൽഖാത്ത് അസ്സലാസ് ഫിൽ ഹറക അൽ മസ്റഹിയ ശരിയ അൽ അറബിയ. അറബ് പോയറ്റിക് ഡ്രാമയുടെ ചരിത്രത്തിലെ 3 ഘട്ടങ്ങൾ എഴുതാനാണ്. 3 ഘട്ടങ്ങൾ. ഒന്ന് മർഹലത്തു തഅസീസ്, അതിന്റെ സ്ഥാപിത കാലഘട്ടം എന്ന് പറയപ്പെടുന്നു. അത് ഖലീൽ യാസിദി, മാറൂൻ നുഖാഷ് ഇവരെ പോലുള്ള ആളുകളാണ് അതിന് തുടക്കം കുറിച്ചത്. രണ്ടാമത്തേത് മർഹലത്തുൽ ഇസ്തിഹാർ, അതിന്റെ ഏറ്റവും ശോഭനമായ ഒരു കാലഘട്ടം. അഹമ്മദ് ഷൗക്കി, അദ്ദേഹത്തിന്റെ വരവോടുകൂടെയാണ് മസ്റഹിയ ശരിയ ഏറ്റവും അതിന്റെ ഔന്നിത്യത്തിലേക്ക് എത്തിച്ചേരുന്നത്. അദ്ദേഹം ഒരുപാട് മസ്റഹ് ക്ലിയോപാത്ര, മജ്നുൻ ലൈല പോലുള്ള രചനകളൊക്കെ നിർവഹിച്ചു. പിന്നീട് അത് ഏറ്റവും പുരോഗതിയുടെയും പ്രോഗ്രസിന്റെയും ഇന്നൊവേഷന്റെയും കാലഘട്ടത്തിലേക്ക് എത്തുന്നു. മർഹലത്തു തത്വീർ വ തജ്ദീദ്, അസീസ് ബാല, സലാബ്ദ് സബൂർ പോലുള്ള ഏറ്റവും ആധുനികമായ നാടകകൃത്തുക്കളുടെ വരവോടുകൂടി മസ്റഹിയ ശൈലി ഏറ്റവും ഔന്നിത്യത്തിലേക്ക് കടക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഉക്തുബ് അനിൽ മസ്റഹിൽ ഹക്കവാത്തി ഫിൽ മുജ്തമഇൽ അറബി. അറബ് സമൂഹത്തിൽ ഈ ഹക്കവാത്തി മസ്റഹിനെ കുറിച്ചുള്ള ഒരു കുറിപ്പ് എഴുതാനാണ്. മസ്റഹ് ഹക്കവാത്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പഴയ നാടൻ കലകളുമായി ബന്ധപ്പെട്ട ഒരു കലയാണ് അറബ് ലോകത്ത്. അതായത് ഒരാള് ഒരു പൊതുസ്ഥലത്ത് ഇരുന്നിട്ട് ഇങ്ങനെ കഥകൾ പറയാം. അത് ചിലപ്പോൾ വീടുകളിലായിരിക്കും, കഫേകളിലായി, അല്ലെങ്കിൽ അങ്ങാടികളിലായിരിക്കും. അദ്ദേഹം വെറും ഇങ്ങനെ കഥ പറയലിൽ മാത്രം ഒതുക്കുന്നില്ല. അതിൽ ഇടക്ക് അദ്ദേഹം ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു, ചലനങ്ങൾ ഉണ്ടാക്കുന്നു, ഓഡിയൻസുമായിട്ട് ഇടപഴകുന്നു. ഇതൊക്കെ അദ്ദേഹം, അതായത് മൊത്തത്തിലൊരു എൻജോയ്മെന്റ് സെഷൻ മോഡലായിരിക്കും. ഓക്കെ, അതിൽ തന്നെ അഭിനയം മോഡൽ, ഒരു മോണോ ആക്ട് ഒക്കെ പോലുള്ള അവതരണങ്ങളായിരിക്കും അതിൽ ഉണ്ടായിരിക്കുക. ആദ്യമായി ഹക്കവാത്തി ഒരു ടെക്നിക്കലായിട്ട്, ആധുനിക നാടകത്തിന്റെ അകത്ത് ഒരു ടെക്നിക്കായിട്ട് ഉപയോഗിച്ചത് ഖലീൽ ഖബ്ബാനിയാണ്. പിന്നീട് സഅദുല്ലാ വന്നൂസൊക്കെ ആ മേഖലയിലേക്ക് കടന്നു വന്നു എന്ന് പറയുന്നു. ഉക്തുബ് അൻ തഫാഉൽ, ഇന്ററാക്ഷനെ കുറിച്ച് എഴുതുക. തഫാഉൽ എന്ന് പറഞ്ഞാൽ ഇന്ററാക്ഷൻ, ഇടപെടലുകൾ. ആർക്ക് ഇടയിലുള്ള ബൈന ഹൻദലയുടെയും വശഖ്സിയാത്തുൽ ഉഖറ ഫി മസ്റഹിയത്തിൽ ഇഹ്ലത്തു ഹൻദല മിനൽ ഗഫ്ല അൽ യഖ്ള എന്ന നാടകത്തിലെ ഹൻദലയും മറ്റു കഥാപാത്രങ്ങളും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷനെ കുറിച്ച് എഴുതാനാണ്. അത് ഒരുപാട് അദ്ദേഹം ഒരുപാട് കഥാപാത്രങ്ങളുമായി അതിൽ ഇടപഴകുന്നുണ്ട്. ആദ്യമായി ഖർഫൂഷ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കഥ പറഞ്ഞു തരുന്ന അദ്ദേഹത്തിന്റെ ഒരു ഗൈഡ് എന്ന നിലയ്ക്കാണ് ഈ നാടകത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരാളാണ് ഖർഫൂഷ് എന്ന് പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹം ഒരു പരിഹസിക്കുന്ന, ഒരു കഠിന ഹൃദയനായ മനുഷ്യനായിരുന്നു. അദ്ദേഹം ഹൻദലയുടെ നിഷ്കളങ്കതയൊക്കെ എപ്പോഴും പരിഹസിച്ചു കൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ ന്യൂനതകൾ അങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അതുപോലെ തന്നെ ഹൻദല പോലീസുകാരുമായി, ജയിൽ വാർഡനുമായി ഒക്കെ ബന്ധപ്പെടുന്നുണ്ട്. അവരൊക്കെ ഇദ്ദേഹത്തെ ഒരു നിസ്സാരമാക്കുന്ന, കളിയാക്കുന്ന രൂപത്തിലാണ് ഉണ്ടായിരുന്നത്. പിന്നെ അദ്ദേഹം തന്റെ ഭാര്യയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ജയിൽ മോചിതനായ ശേഷം അദ്ദേഹം തന്റെ വീട്ടിലേക്ക് ഭാര്യയുടെ അടുത്തേക്ക് വന്നു. പക്ഷെ അവൾ വേറൊരു പുരുഷന്റെ കൂടെയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അവൾ ഇവനെ വഞ്ചിക്കുകയും ചെയ്തു. അതുപോലെ ബാങ്ക് മാനേജറുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ അതിൽ വരുന്നുണ്ട്. ബാങ്ക് മാനേജർ ഇദ്ദേഹം ജയിൽ മോചിതനായ ശേഷം തന്റെ ബാങ്കിലേക്ക് തിരികെ വന്നപ്പോ മാനേജർ അദ്ദേഹത്തെ ജോലിയിലേക്ക് എടുക്കാൻ വിസമ്മതിക്കുകയും അദ്ദേഹത്തെ അവിടുന്ന് ആട്ടി ഓടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ കഥയിലെ, നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. മാഹുവ ദൗറു മുഹമ്മദ് തൈമൂർ ഫിൽ മസ്റഹിയ അൽ അറബിയ. അറബ് നാടകത്തിൽ മുഹമ്മദ് തൈമൂറിന്റെ റോൾ എന്താണ്? മുഹമ്മദ് തൈമൂറിനെ കുറിച്ച് ബ്ലോക്ക് 3 യൂണിറ്റിൽ 1 ആണെന്ന് തോന്നുന്നു. അബ്രസുൽ മസ്റഹീൻ അൽ മിസ്രിയീൻ, ഏറ്റവും ഫേമസ് ആയ ഈജിപ്ഷ്യൻ നാടകകൃത്തുക്കളെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കറിയാം, അദ്ദേഹത്തെയാണ് ഷോർട്ട് സ്റ്റോറിയുടെ ഒന്നാമത്തെ ഷോർട്ട് സ്റ്റോറി എഴുതിയ ഒരാൾ എന്ന്. അൽ ഖിതാർ എന്ന് പറയുന്ന ഒരു ചെറുകഥ അല്ലെ, പിന്നെ ഒരു ഈ വെസ്റ്റേൺ ശൈലി അറബ് ശൈലിയിലേക്ക് കൊണ്ടുവന്ന ആദ്യത്തെ ഒരാളൊക്കെ ആയിട്ട് അദ്ദേഹത്തെ പരിഗണിക്കപ്പെടുന്നു. അദ്ദേഹം യൂറോപ്യൻ നാടകത്തിൽ വളരെ ആകൃഷ്ടനായിരുന്നു.
അദ്ദേഹം ഫ്രാൻസിലാണ് അത് പഠിച്ചത്. പിന്നീട് ഈജിപ്തിലേക്ക് തന്നെ തനത് അറബിയിൽ എഴുതാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈജിപ്തിലേക്ക് തന്നെ തിരികെ വരുന്നുണ്ട്. അദ്ദേഹം എഴുതിയ ആദ്യത്തെ ഗദ്യ നാടകമാണ് അൽ ഹാവിയ 1915. അങ്ങനെയാണ് അദ്ദേഹം നാടകത്തിൽ, അറബ് നാടകത്തിൽ റിയലിസ്റ്റിക് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹം സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ നാടകത്തിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദാരിദ്ര്യം, അനീതി, ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘട്ടനം, ഇതൊക്കെ അദ്ദേഹം അതിൽ അവതരിപ്പിക്കുന്നുണ്ട്. പുതിയ ജനറേഷന് വേണ്ടി അദ്ദേഹം വഴിയൊരുക്കി കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അല്ലെ, തൗഫീഖുൽ ഹക്കീമിനെ പോലുള്ള ആളുകൾക്കൊക്കെ അദ്ദേഹം വഴിയൊരുക്കി കൊടുത്തു നാടകത്തിൽ എന്നാണ്. ബയ്യൻ തതവ്വുറൽ മസ്റഹിയ്യ ഫി ലബനാൻ, ലബനാനിലെ മസ്റഹിയയുടെ വികാസത്തെ കുറിച്ച് ഫസ്റ്റ് ബ്ലോക്കിൽ പറയുന്നുണ്ടത്. മാറൂൻ നുക്കാഷിലൂടെയാണ് അത് ആദ്യമായി തുടക്കം കുറിച്ചത്. അദ്ദേഹമാണ് ആധുനിക അറബ് സാഹിത്യത്തിന്റെ, നാടകത്തിന്റെ സ്ഥാപകൻ, ഫൗണ്ടർ എന്നറിയപ്പെടുന്നത്. 847 അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് അൽ ബഖീൽ എന്ന് പറയുന്ന ഒരു നാടകത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചു. അത് അറബിയിലേക്ക് വിവർത്തനം ചെയ്താണ്, മോളിയർ എന്ന ആളുടെ രചന വിവർത്തനം ചെയ്താണ് അൽ ബഖീൽ എന്ന് പറയുന്നത്. പിന്നീട് അദ്ദേഹം ഒരുപാട് നാടകങ്ങൾ വേറെ ഇറക്കി. ബഖീൽ, അബുൽ ഹസൻ അൽ മുഗഫൽ, ഹാറൂൻ റഷീദ്, അൽ ഹസൂദ് സലീത്ത്, ഇങ്ങനെ 3 നാടകങ്ങൾ കൂടി അദ്ദേഹം ഇറക്കി. അതുപോലെ തന്നെ ലബനാനിലെ മറ്റു ഫേമസ് ആയ നാടകത്തിലാണ് നിക്കോള നിക്കാഷ്, അതായത് മാറൂൻ നിക്കാഷിന്റെ നേരെ സഹോദരനാണ്. അതുപോലെ അദ്ദേഹം 2 നാടകങ്ങൾ രചിച്ചിട്ടുണ്ട്, ഷെയ്ഖ് ജാഹിർ റബിയ, ഇബ്നു സെയ്ദ് അൽ മുഖദ്ദം പോലുള്ള. അടുത്തത് സെഷൻ സി ആണ്, അതായത് ആർട്ടിക്കിൾ എഴുതാണ്. ഒരു വിഷയത്തെ കുറിച്ച് തരും, അതിനെ കുറിച്ച് മക്കാല എഴുതാനാണ്. തൗഫീഖുൽ ഹക്കീം, അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ, അല്ലെ, അറബ് നാടകത്തിൽ തൗഫീഖുൽ ഹക്കീമിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ് എഴുതാണ്. ഇഷ്ടംപോലെ എഴുതാൻ കിട്ടും, അല്ലെ. ആധുനിക അറബ് സാഹിത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അറബ് നാടകത്തെ ഏറ്റവും ദൃഢമാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ അധ്വാനം ചെയ്ത ഒരാളാണ്. കേവലം ഒരു എന്റർടൈൻമെന്റ്, എൻജോയ്മെന്റ് എന്നതിൽ നിന്ന് മാറി ഒരു ചിന്തയുടെയും വളരെ വലിയ മൂർച്ചയുള്ള ഡിസ്കഷനിലേക്കൊക്കെ നാടകത്തെ കൊണ്ടുപോയതിൽ ഇദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹത്തെ അബുൽ മസ്റഹിൽ അറബി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ചുണ്ട്. ഇത് ജസ്റ്റ് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അടുത്ത ചോദ്യമാണ് തതവ്വുറുൽ മസ്റഹിയ അൽ അറബിയ ഫി മിസ്ർ, ഈജിപ്തിലെ അറബ് നാടകത്തിന്റെ പുരോഗതി. യാക്കൂബ് സന്നൂയിലൂടെയാണ് തുടക്കം കുറിക്കുന്നത്. അദ്ദേഹത്തെ മോളിയെ മിസ്ർ, ഈജിപ്തിന്റെ മോളിയെ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന് ശേഷം സലാമ ഹിജാസി, ജുർജി അബിയൽ, നജീബ് റൈഹാനി, കോമിക് നാടകങ്ങൾ വളരെ ഫേമസ് ആയിട്ടുള്ള നജീബ് റൈഹാനിക്ക് കടന്നു വരുന്നു. അൽ മസ്റഹിയ ഫിൽ ആലമിൽ അറബി, അറബ് ലോകത്തെ നാടകത്തെ കുറിച്ച് ഒരു ചോദ്യം കാണുന്നുണ്ട്. എന്തായാലും 1798 ഈജിപ്തിന്റെ മേലിലുള്ള ഫ്രഞ്ച് അധിനിവേശത്തോടു കൂടെയാണ് നാടകം എന്ന കല അറബ് ലോകത്തേക്ക് കടന്നു വരുന്നത്. അതുവരെ ഇങ്ങനെ പരമ്പരാഗതമായി വന്നിരുന്ന അവരുടെ നാടൻ കലകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് മാറൂൻ നുക്കാഷ് വരുന്നുണ്ട്. പിന്നെ ഇസ്തിംബാത്ത്, തഹ്സീൽ, ഇങ്ങനെ 2 രൂപത്തിലാണ് നാടകങ്ങൾ ഉണ്ടായിരുന്നത്. ഇസ്തിംബാത്ത് എന്ന് പറഞ്ഞാൽ അഡാപ്റ്റ് ചെയ്തെടുക്കുക, മറ്റു ഭാഷകളിൽ നിന്നൊക്കെ അഡാപ്റ്റ് ചെയ്തെടുക്കുക. തഹ്സീൽ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് തനത് അറബിയിൽ തന്നെ സ്വന്തമായിട്ട് ഒരു ശൈലിയിൽ നാടകങ്ങൾ രചിക്കുക എന്നുള്ളതാണ് തഹ്സീൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അൽ ഖസാഇസുൽ ഫന്നിയ, കലാപരമായ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ മസ്റഹിയത്തിൽ റിഹലത്തു ഹൻദറ മിനൽ ഗഫ്ല ഇലൽ യഖ്ള, ലാസ്റ്റ് ബ്ലോക്കിലെ ഒരു യൂണിറ്റ് ആണ് ഈ നാടകത്തെ കുറിച്ച്. സാദുല്ലാഹ് ന്യൂസിന്റെ റിഹലത്തു ഹൻദറ മിനൽ ഗഫ്ല ഇലൽ യഖ്ള എന്ന് പറയുന്നത്. പിന്നെ അതിൽ ബിന്യത്തു ദ്രാമിയ, ഡ്രാമയുടെ സ്ട്രക്ചർ, അത് മസ്റഹ് മൽഹമിയെ അവലംബിച്ചുകൊണ്ടാണ് അദ്ദേഹം എഴുതിയത് എന്ന് പറയുന്നത്. മസ്റഹ് മൽഹമി എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു, എപ്പിക് തിയേറ്റർ അല്ലെങ്കിൽ എപ്പിക് ഡ്രാമ പോലുള്ള രൂപത്തിലാണ് അദ്ദേഹം അത് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇർത്തിജാല് പോലുള്ള ടെക്നിക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെ. നല്ല ജീവസുറ്റ ലൈവായിട്ടുള്ള മ്യൂസിക്, പാട്ട്, ഇതൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ നാടകങ്ങളിലൂടെ അവതരിപ്പിച്ചു. ലുഗ വൽ ഉസ്ലൂബ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ലുഗയാണ് അതിനുള്ളത്. വളരെ ഫസീഹായിട്ടുള്ള ഏറ്റവും ആധുനികമായ എലോക്കന്റ് ആയിട്ടുള്ള നാടകമാണുള്ളത്.
പിന്നെ നാടൻ പഴഞ്ചൊല്ലുകളൊക്കെ അദ്ദേഹം ഈ നാടകത്തിലേക്ക് എന്തായിട്ടുണ്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പൊളിറ്റിക്കൽ സോഷ്യൽ സിസ്റ്റങ്ങളെയൊക്കെ വിമർശിക്കുന്ന തരത്തിലുള്ള നാടകമാണ് അദ്ദേഹത്തിൻ്റെത്. അനീതിയും അക്രമവും വഞ്ചനയും ഫസാദൊക്കെ അദ്ദേഹത്തിന്റെ നാടകത്തിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ഹന്തല, ഹർഫൂഷ് എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടർ ദർവേഷ്, മറ്റു ഉദ്യോഗസ്ഥന്മാരൊക്കെ അതിലൂടെ കടന്നു വരുന്നുണ്ട്. കോമഡിയും ട്രാജഡിയും മിക്സ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ രചനകളൊക്കെ ഉണ്ടായത്. അപ്പൊ ഇതാണ് കഴിഞ്ഞ വർഷം വന്ന PYQന്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.